ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ലൊരു പാവയ്ക്കാടെ ഒരു നല്ല കുഴമ്പ് രീതിയിലുള്ളൊരു നല്ലൊരു റെസിപ്പിയാണിത് കേട്ടോ. പാവയ്ക്ക അധികം കയ്പൊന്നും ഇല്ലാതെ നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്നൊരു പാവയ്ക്കായും കൊണ്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നല്ല കുഴമ്പ് വരവത്തിൽ എടുക്കുന്ന സൈസിൽ ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈ കറി കൊണ്ട് ദോശയ്ക്കോ ഇഡലിക്കോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കയ്പധികം ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കയ്പേ കാണത്തില്ല ഇത് ഇങ്ങനെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ആദ്യമേ തന്നെ ഇത് ഞാൻ കഴുകിയെല്ലാം വെച്ചേക്കുന്നതാണ്. ഒരെണ്ണം ഇച്ചിരി പഴുപ്പ് കയറി വന്നതാണ്, കുഴപ്പമില്ല. അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഞാൻ ഈ വലിപ്പത്തിലാണ് അരിയുന്നത്. ഇതുപോലെ ഇത് അരിഞ്ഞ ശേഷം നമുക്കിതിനകത്ത് കുരു എടുത്ത് കളയാവേ. ഇങ്ങനെ വട്ടത്തിൽ അരിയണം, നമ്മൾ വറക്കാനൊക്കെ എടുക്കുന്നത് പോലെ. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ കുരു അങ്ങ് എടുത്ത് കളയാം. കണ്ടോ, ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ ഒരെണ്ണമേ എടുത്തുള്ളൂ കേട്ടോ. അരിഞ്ഞു വന്നപ്പോൾ ഉണ്ടായിരുന്നു, നമ്മൾ അളവിനനുസരിച്ചുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിനകത്തെ കുരുക്കളെല്ലാം ഈ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വെക്കാം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യമേ മാറ്റിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ളതുണ്ട് കേട്ടോ. പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഓയിലിനകത്തും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നല്ലെണ്ണയ്ക്കകത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോകല്ലേ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ നിറം ഒന്നും നഷ്ടപ്പെടാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്നിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കപ്പുറം തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാവേ. ഇത് ആയിട്ടുണ്ട്, നമുക്ക് ആയതെല്ലാം എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതേ പരുവത്തിലാണ് നമുക്കിത് എടുക്കാം. ഇത് ഫ്രൈ ആകാത്തത് നടുക്കോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ്. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഒരു 1/4 ടീസ്പൂണ് ജീരകമില്ല, നല്ല ജീരകം. ഇത്രയിട്ട് നല്ലോണം മൂത്ത് വരട്ടെ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഉഴുന്നെല്ലാം മൂത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 10-12 വെളുത്തുള്ളി, ഇച്ചിരി കരിയാപ്പല, 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ്, നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. എണ്ണയ്ക്കകത്ത് നല്ലോണം വഴറ്റിയെടുക്കാതെ. ഇതിപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിനകത്ത് ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പം 2 തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് 2 തക്കാളി ഇതിലേക്ക് ഒഴിക്കുവാണ്. വലിയ പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം പറ്റി എണ്ണയൊന്ന് തെളിഞ്ഞ് വരണേ, ഒന്ന് തിളച്ച് ഇതാകണം. അന്നേരം നമുക്ക് മസാലകളെല്ലാം ചേർക്കാം. അപ്പം വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാല ഇടാവേ. സമയം നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ എടുക്കുന്ന പാവയ്ക്കാടെ അനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടണം കേട്ടോ. ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. മല്ലിപ്പൊടി
നല്ലോണം നമുക്ക് പൊടിമണം എല്ലാം പോകും, പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ നല്ലോണം ഒന്ന് ഇളക്കാവേ. ഈ സമയം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കും. നമുക്ക് ഇതിലേക്കൊരു ഒഴിക്കാവേ. ഇതുപോലെ വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. ആദ്യം നമ്മൾ 1/4 കപ്പ് വെള്ളത്തിനകത്തിലിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാവേ. സമയം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് കൂടി ഇടണം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുവാണ്. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഗ്രേവി എല്ലാം നല്ലോണം കുറുകി വരട്ടെ. തിളച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് പാവയ്ക്ക ഇടാം. അല്ലേ, മസാലയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ഇടാവേ. പാവയ്ക്ക ഇട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റ് നേരം മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് കുറുകി വെന്ത് ഈ പാവയ്ക്കൊക്കെ ഈ മസാലയായിട്ട് യോജിച്ച് എടുത്ത് ഒരു 15 മിനിറ്റ് നേരം ചെറിയ തീയ വെക്കാവേ. നമുക്ക് മൂടി വെച്ച് 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാലയും പാവയ്ക്ക എല്ലാം കൂടെ നല്ലോണം ഇതിനകത്തേക്ക് യോജിച്ച് വരും. ചെറിയ തീയ വെക്കണേ. കുറുകിയാണ്ടോ അരപ്പെല്ലാം കൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നുകൂടെ കുറുവേ. ഇതേമാതിരി നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ. ഇത് കയ്പൊന്നുമില്ല. ദോശയ്ക്കോ ഇഡലിക്കൊക്കെ കഴിക്കരുത്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഇരിക്കും തോറും പോകും. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാവയ്ക്കായ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. മൂടി വെക്കാം. കറി എന്ന് കണ്ടോ, ഇരുന്നപ്പം കണ്ടോ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പാവയ്ക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.